പുഴയിലേ മീൻ പിടിച്ച് നടക്കുമ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു തോട്, ഒരു പുഴ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് കണ്ടുപിടിക്കണമേ. അപ്പോൾ ഞാനിന്ന് അതിനു വേണ്ടി വന്നതൊന്നുമല്ല, പക്ഷേ യാദൃശ്ചികമായിട്ട് ഞാൻ എൻ്റെ കാട് വെട്ടുന്ന പണിക്ക് വന്നപ്പോൾ അങ്ങ് മലേൻ്റെ മണ്ടയ്ക്കാണ് കാഞ്ഞിരക്കൊല്ലി ഒക്കെ പോകുന്ന വഴിക്ക്. കാഞ്ഞിരക്കൊല്ലി ഇവിടെ അടുത്ത എവിടെയാണ് ഇതുണ്ട്, ഒരു കുളം കണ്ടോ നിങ്ങൾ? ഇത് വേറൊന്നേ. ഇനി ഇതുണ്ടോ, ഇത് വലിയ തോടാണ്, വലിയ തോടാണേ. നോക്കിക്കോണം, ഈ തോടിൻ്റെ ഉത്ഭവം നോക്കിക്കോ, കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ കുഴിയിൽ നിന്നാണ് ഈ ഇത്രയും വലിയ തോടുണ്ടായി വരുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു തോടിൻ്റെ അല്ലെങ്കിൽ ഒരു പുഴേൻ്റെ ആദ്യം കണ്ടുപിടിക്കണം. ഇതുണ്ടോ, വലിയ കുഴിയാണ്. ഈ കുഴിയിൽ വലിയ മലയാണേ, അങ്ങോട്ട് കണ്ടോ, അങ്ങനെ കുന്നിൻ്റെ ചെരുവാണ്, കാടാണ്, അങ്ങോട്ട് വലിയ ഇറക്കമാണ്. അപ്പോൾ ഞാൻ കാട് വെട്ടാൻ വേണ്ടിയിട്ട് കാഞ്ഞിരക്കൊല്ലിക്ക് അടുത്ത് വന്നതാണ്. നോക്കി, ഈ കുഴിയിൽ നിന്നാണ് ഒരു തോട് സ്റ്റാർട്ടാവുന്നത്. ഇത് താഴോട്ട് പോകുന്നതിനെ വെള്ളത്തിൻ്റെ അളവ് കൂടും, അങ്ങനെ പുഴയായിട്ട് മാറും. അപ്പോൾ ഞാനിതുവരെ കാണാത്ത സംഭവം കേട്ടോ, നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹം അങ്ങനെ പൂർത്തിയായി, ഒരു പുഴയുടെ തുടക്കം കണ്ടുപിടിക്കണം. പക്ഷേ ഇത് ഏത് പുഴയിലാണ് പോയി ചേരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിന് നേരെ താഴെ ചതുരമ്പുഴ, അങ്ങനെ പയ്യാവൂർ പുഴ, അങ്ങനെ 2-3 പുഴകളുണ്ട്. ഏത് തോട്ടിലേക്കാണ് ഇത് പോയി ചേരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും അതൊരിക്കൽ ഒരു വേനലിൻ്റെ സമയത്ത് വന്ന് നോക്കണം. നോക്കിയാൽ അടിപൊളിയല്ലേ?